എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്റർടൈൻമെന്റ് കീഴിലെ ഇക്കിഴി റിയാക്ഷനാണ് ഭ്രമയുഗം, ദ ഏജ് ഓഫ് മാഡ്നസ്. ഭ്രമയുഗം സിനിമയുടെ ഒഫീഷ്യൽ ട്രെയിലർ ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നു. അതിന്റെ ആ തരിപ്പുണ്ടല്ലോ, ഇപ്പോഴും പോയിട്ടില്ല കേട്ടോ. വേറെ ലെവൽ സാധനമായിരുന്നു കേട്ടോ. ഓ മൈ ഗോഡ്, കൊലച്ചിരി. അത് ശരിക്കും രാത്രി ഞാൻ കിടന്നിട്ട് ഹെഡ്സെറ്റ് വെച്ചൊന്ന് കണ്ടു നോക്കി. എനിക്ക് അമ്മേ ഭയങ്കര എഫക്റ്റാ. അത് തിയേറ്ററിൽ കാണുന്ന കാര്യം അപ്പൊ അങ്ങനെ ആലോചിച്ച് ഫുള്ള് ഇരുട്ടത്ത്. അത് ശരി കേട്ടോ. ഇത് കാണുമ്പോ ആരും ഒന്ന് ചിന്തിക്കും, തിയേറ്ററിൽ ഇത് എങ്ങനെയായിരിക്കും. തിയേറ്ററിൽ ഫുള്ള് ഇരുട്ടായിരിക്കുമല്ലോ ആ സമയത്ത്. അത് ഓരോ സീനും അല്ലെങ്കിൽ ഓരോ ഷോട്ടൊക്കെ ആ ചിരിച്ചുകൊണ്ട് വരുന്ന സംഭവമൊക്കെ പെട്ടെന്നൊക്കെ മുന്നോട്ട് വന്നാലേ അത്രേ ഉള്ളൂ. ഭീകര സാധനം. എന്തായാലും ഇന്ന് രാവിലെ എനിക്ക് എന്തായിരുന്നു പണിയെന്ന് അറിയോ? ഫുൾ റിയാക്ഷൻസ്. ഏതൊക്കെ ഇതിൽ വന്നിട്ടുണ്ടോ എല്ലാ റിയാക്ഷൻസും കൂത്തിരുന്ന് കാണായിരുന്നു. നല്ലൊരു പരിപാടിയാണ്. കാരണം എന്താ അറിയോ, ആ സമയത്ത് എല്ലാവരും എന്തിടുന്നു എന്ന് അറിയാൻ വേണ്ടിട്ട്. അതെ, ഓക്കെ. എന്തായാലും ഒഫീഷ്യൽ ട്രെയിലർ വന്നിട്ടുണ്ടായിരുന്നു. അത് പല ഭാഷകളിലാണ് വന്നുള്ളത്, 5 ഭാഷകളിൽ. മലയാളം മാത്രമേ നമ്മൾ കണ്ടിട്ടുള്ളൂ. അപ്പോൾ മമ്മൂക്ക തന്നെയാണ് ഇതിൻ്റെ മറ്റു ഭാഷകളിലും ഡബ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് അറിയാൻ പറ്റിയത്. അപ്പോൾ എന്തായാലും നമുക്ക് എല്ലാ ഭാഷകളിലുള്ളതൊന്ന് കാണണം. തീർച്ചയായിട്ടും. നമ്മുടെ വീഡിയോന്റെ താഴെ കുറെ കമന്റ് വന്നിട്ടുണ്ടായിരുന്നു. തെലുഗുവില് ഒരു രക്ഷയില്ല. അതൊന്ന് എന്തായാലും അതൊന്ന് കാണണം എന്ന് വിചാരിച്ചോണ്ടിരിക്കുക. പിന്നെ എനിക്ക് പേഴ്സണൽ മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു, ഹിന്ദി ഒരു രക്ഷയില്ലാന്ന്. അല്ലെങ്കിലും വേറെ ഭാഷയിലേക്ക് ഇങ്ങനത്തെ ശൈലിയിലുള്ള സാധനം വരുമ്പോ അത് വേറെ ഒരു ലെവൽ തന്നെയായിരിക്കും. പിന്നെ ഭാഷ നമുക്ക് സിമ്പിൾ, നിസാര. അത് സ്ലാങ്ങിൽ തന്നെ നമുക്കറിയാലോ. ഇത്രയും സ്ലാങ് കൈകാര്യം ചെയ്യുന്ന, അത് സിമ്പിൾ ആയിട്ട് കൈകാര്യം ചെയ്യുന്ന ആളാണ് നമുക്ക്. അപ്പൊ പിന്നെ ലാംഗ്വേജ് എന്നല്ല. എന്തായാലും നമുക്ക് തമിഴ്. ഓക്കെ, അടുത്ത സംസ്ഥാനം തന്നെ പിടിക്കാം. തൊട്ടടുത്തുള്ള സംസ്ഥാനം. ഈച്ചകളൊക്കെ തമിഴിൽ തന്നെയാണോ ഡബ് ചെയ്തിരിക്കുന്നത്? തീർച്ചയായിട്ടും. തമിഴ്. എന്താണ് ഒലിച്ചു വരുന്നതായിട്ടുള്ള ഒടൂരണ്ണാ. சலிப்புங்கிற காலத்துக்குள்ள மூழ்கி கிடக்கிற ஒருத்தனுக்கு இந்த ஆட்டம் நல்ல மருந்து. ലിപ്പൊക്കെ ചെറിയ പ്രശ്നമുണ്ടല്ലേ? இது ரெண்டும் பதர்கிட்ட எத்தனை விழுதோ அதுக்கு தகுந்தபடி காய நிறுத்தணும். இங்க முதல்ல வந்து சேர்ந்தா வெற்றின்னு அர்த்தம். அதுக்கு யோகா காய்கள். இது ரெண்டும் பதர்கிட்ட எத்தனை விழுதோ அதுக்கு தகுந்தபடி காய நகர்த்தணும். இங்க முதல்ல வந்து சேர்ந்தா வெற்றி அர்த்தம். அதுக்கு யோகா இருக்கணும். நீ 2 தடவை வித்தியோட விளையாட முடியும்னு நினைக்கிறியா? இது ரெண்டும் பதர்கிட்ட அதுக்கு யோகா. இது காய்கள். இது ரெண்டும் பதர்கிட்ட இதே பிரமயுகம், കലിയുഗത്തോടെ ഒരു ഘോര മുഖം. കലിയുഗത്തോടെ ഒരു ഘോര മുഖം. ഒള്ളി സാധനം കേട്ടോ. തമിഴ് സിമ്പിൾ, നിസ്സാരം സംഭവം ഒക്കെ ആണെങ്കിലും പക്ഷെ ലിപ്പിന്റെ കാര്യം കറക്റ്റ് ആണ്. അത് മലയാളത്തിൽ വന്നതായതുകൊണ്ട് പിന്നീട് മാറുമ്പോൾ ചെറിയൊരു ഇതുണ്ട്. ലിപ്സിങ് കറക്റ്റ് അല്ല, പക്ഷെ ഡയലോഗ് ഡെലിവറി ഒക്കെ മലയാളം പോലെ തന്നെ. ഒരു ചെറിയൊരു ചേഞ്ച് പോലും വന്നിട്ടില്ല. ഇതൊക്കെയാണ് സമ്മതിച്ചു കൊടുക്കേണ്ടത്.
കൊള്ളാം, അടിപൊളി. പിന്നെ ഞാനേ കുറച്ച് കഴിഞ്ഞപ്പോൾ തമിഴ് ലാംഗ്വേജ് ഉള്ളത് റിയാക്ഷൻ ചെയ്യാതിരിക്കണല്ലോ, അത് മറന്നുപോയി. ഞാൻ ഇങ്ങനെ കണ്ടിരിക്കണം. സോറി, തമിഴിനാണല്ലോ പ്രാധാന്യം കൊടുക്കേണ്ടതെന്നുള്ളത്. ഓക്കെ, അടുത്തത് ഹിന്ദി. ഈച്ചകൾ ഹിന്ദിയിലും പോയി ഡബ് ചെയ്തിരിക്കുന്നു. ചെങ്ങല അല്ല പാമ്പായിട്ടും വരുന്നതാണോ ആ സൗണ്ട്? അത് കാലയിലുള്ളതാ. അതെ, അത് മാറിയിട്ടേ. പേടിക്കണ്ട കൂട്ടാ, അതൊന്നുമില്ല. समय व्यतीत करना भी कितना नीरस होता है जब कोई नीरसता के दलदल में डूब रहा हो. चौपड़ क्रिस्टोस दिया ये गोटे हैं और ये दो पासे, पासों के अंक से गोटी चलते हैं. जिसके गोटे यहाँ पहले पहुंचे वो जीता. सब भाग्य का खेल है. അഞ്ചാറ് ഫ്രെയിമുകളാണ് എൻ്റെ മോനെ. ये गोटे हैं और ये दो पासे, पासों के अंक से गोटी चलते हैं. जिसके गोटे यहाँ पहले पहुंचे वो जीता. सब भाग्य का खेल है. परंतु तुम विधि के साथ 2 बार युद्ध नहीं खेल सकते. ये गोटे हैं और ये दो पासे, सब भाग्य का खेल है. ये गोटे हैं और ये दो पासे. सुनो, ये ब्रह्म युग है. इस काल में भक्ति और संस्कार निरर्थक है. വീണ്ടും വീണ്ടും ഇതിന്റെ ട്രെയിലർ ഹിന്ദിയിലുള്ള സിനിമാക്കാർ കണ്ടു കഴിഞ്ഞപ്പോ തന്നെ അവർ വിചാരിച്ചിട്ടുണ്ടാവും നമ്മളിപ്പോഴും പ്രേമത്തിലും യുദ്ധത്തിലാണല്ലോ, ഇവരൊക്കെ വേറെ എന്തൊക്കെയോ എടുത്തോണ്ട് വരുന്നത്. സത്യം, അവിടെ അത് തന്നെയാണല്ലോ ഇപ്പോഴും ഹൈലൈറ്റ്. അതൊക്കെ തന്നെ അവർക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം എന്താണെന്നറിയോ? അല്ല, നമ്മൾ പിന്നെ അതിന് ശ്രമിച്ചിട്ടും കാര്യമില്ല, നമുക്ക് മമ്മൂട്ടി ഇല്ലല്ലോ. അതൊരു സത്യം. ഇതൊക്കെ കയ്യിൽ മരുന്നുണ്ടായിട്ടല്ല ശ്രമിച്ചിട്ട് കാര്യമുള്ളൂ. ഇതൊക്കെ വേറെ ആരെങ്കിലും അവിടെ വെച്ചിട്ട് ചെയ്തിട്ടുള്ള അവസ്ഥ ആലോചിച്ച് നോക്കി. നമ്മളിവിടെ ഇരുന്ന് ജീവിക്കും. ദൈവമേ, ഇനി അടുത്ത ഏതാ കാണാൻ പോണേ? കന്നഡ. ഞാൻ വിചാരിച്ചു തെലുങ്ക് ആണെന്ന്. മറ്റേ ഗാരൂഖാണ് ഇത് കണ്ടിട്ടുണ്ടെങ്കിൽ ഇത് കൊണ്ടുപോകും ചെയ്യാൻ വേണ്ടിട്ട്. കാണണം, ചിരഞ്ജീവികാർ കൊണ്ടുപോകണം. അത് പൊളിയായിരിക്കും. എന്തായാലും ലിപ്സിങ്ക് ഭയങ്കര പ്രശ്നം കേട്ടോ ഹിന്ദിയില്. അത് എല്ലാത്തിലേക്കും ആ ഒരു പ്രശ്നം ഉണ്ടാവും. എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി ഒരു ഇത് തോന്നുക ഒന്നില്ലേ കന്നഡ അല്ലെങ്കിൽ അല്ല തമിഴ് പിന്നെയും കുഴപ്പമുണ്ടാവില്ല. കാരണം ഏതാണ്ടൊക്കെ മലയാളം അതിൽ നിന്ന് വന്നാണല്ലോ, തമിഴിൽ നിന്ന്. അത് ശരിയാണ്, നോക്കാം. അപ്പൊ നമുക്ക് എന്തായാലും കന്നഡ. എന്താലേ വാതിൽ തുറക്കുന്ന സൗണ്ട് അല്ലേ? മൂന്ന് സൗണ്ട് എഫക്റ്റ് അല്ലേ ആംബിയൻസിൽ? ഈച്ച, വെള്ളം, ഡോർ തുറക്കുന്നത്, ചെങ്ങല. പേടിക്കണ്ട, വീണ്ടും അവിടെ തന്നെ. പേടിക്കാൻ കൂട്ടാണ്. ಯಾವಾಗಲೂ ತುಂಬಾ ವಿಚಿತ್ರವಾಗಿರುತ್ತೆ. ಬೇಜಾರಾಗುವಂತ ಸಮಯದಲ್ಲಿ ಬೇಜಾರನ್ನ ದೂರ ಮಾಡೋದಕ್ಕೆ ಪಗಡೆ ಆಟ ಆಡಿದ್ರೆ ಚೆನ್ನಾಗಿರುತ್ತೆ.
ഭീകരട്ടോ. ಇವೆರಡು ಪಗಡೆ ಇದರಲ್ಲಿ ಬಿದ್ದಷ್ಟು ಕಾಯಿಗಳನ್ನ ಜರುಗಿಸ್ಬೇಕು. ಇಲ್ಲಿಗೆ ಮೊದಲು ಸೇರೋವೇ ಗೆಲ್ಲೋದು. ಅದೃಷ್ಟ ಇರಬೇಕು. തീയൊക്കെ കത്തിൻ്റെ എഫക്റ്റ് കൊടുത്തുണ്ടാവും, സൗണ്ടും പൊരിച്ചിലും നെരിച്ചിലും. ಇವು ಕಾಯಿಗಳು, ಇವೆರಡು ಪಗಡೆ. ಇದರಲ್ಲಿ ಬಿದ್ದಷ್ಟು ಕಾಯಿಗಳನ್ನ ಜರುಗಿಸ್ಬೇಕು. ಇಲ್ಲಿಗೆ ಮೊದಲು ಸೇರೋವೇ ಗೆಲ್ಲೋದು. ಅದೃಷ್ಟ ಇರಬೇಕು. ಅಲ್ಲ, ನೀನು ಎರಡೆರಡು ಬಾರಿ ವಿಧಿ ಜೊತೆ ಆಟ ಆಡ್ಬೇಕು ಅನ್ಕೊಂಡಿದೀಯ. എപ്പോഴാ ಕಾಯಿಗಳು, ಇವೆರಡು ಪಗಡೆ. ಅದೃಷ್ಟ ಇರಬೇಕು. ಇವು ಕಾಯಿಗಳು, ಇವೆರಡು ಪಗಡೆ. ಇದು ಭ್ರಮಯುಗ, ಕಲಿಯುಗದ ಒಂದು ಅಪಭ್ರಂಶ. സംഭവം കിടക്കിട്ടോ. ലാസ്റ്റ് ഐറ്റം വരുമ്പോഴാണ് നമ്മൾ എപ്പോഴും ആകാംക്ഷയോടെ നിൽക്കുന്നത്, കാത്തിരിക്കുന്നത്. അതെങ്ങനെയായിരിക്കും. പിന്നെ മറ്റേ സംഭവം പറയണത് ഭയങ്കര റിസ്ക്കുള്ള സാധനം കേട്ടോ. കന്നഡയിലൊക്കെ അതായത് രണ്ടാമത് നീ വിധി വെച്ച് കളിക്കാൻ നമുക്ക് പറ്റില്ല എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ. നമ്മൾ പറഞ്ഞ ഉടക്കോ. നമ്മള് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാക്ക് പിന്നെ വയറ്റിന്നൊക്കെ പോയി എടുത്തിട്ട് തന്നെ ഒരു ചുറ്റി കുരുക്കി താഴത്ത് ഇട്ടിട്ട പോലെ എങ്ങനെ കിടക്കും. ചുരി എടാ മലയാളം തന്നെ മര്യാദക്ക് പറയാൻ പറ്റുന്നില്ല. അപ്പോഴാണ് വേറെ. ഓക്കെ ഓക്കെ, അപ്പൊ ഇനി തെലുങ്ക്. യെസ്. മടുത്തില്ലടേ അങ്ങനെ എണീക്കാൻ തുടങ്ങിയിട്ടല്ലേ. ഒരു സ്പ്രേ അടിക്കണല്ലേ, ഹിറ്റ്. കാരണം അതിന് മുൻപുള്ള ട്രയൽ ഞാൻ കണ്ടതാണ്. ഹിറ്റ് കൊണ്ടിരിക്കണം. മാറിക്കടന്നോടെ. കഴിഞ്ഞ ട്രailerൽ അവിടെ തന്നെയല്ലേ കടന്നത്. ఎంత బరువైందో కదా. ആ സ്പൈഡറിന് ആരും ഒരു പക്ഷിന്ന് പിടിച്ചില്ലേ. కాలం భారంగా గడుస్తున్న వాడికి వాచిక నాటం అనేది పరమౌషధం కదా. ఈ పావులు, ఈ రెండు పాచలు పడ్డ సంఖ్యను బట్టి పావును జరపాలి. ముందుకి చేరిన వాళ్ళు గెలిచినట్టు అర్థం. എന്തൊക്കെയാ കെട്ടി തൂക്കി വെച്ചിരിക്കുന്നത്. മറ്റേ ചാത്തൻ സേവ നടത്തുന്ന എല്ലാ സംഭവങ്ങളൊക്കെ. ఈ పావులు, ఈ రెండు పాచలు അതാ ഞാൻ പറഞ്ഞത്, ശങ്കരൻ തമ്പി. బట్టి పావును జరపాలి. ముందుకి చేరిన వాళ్ళు గెలిచినట్టు అర్థం. దానికి భాగ్యం ఉండాలి. నువ్వు 2 సార్లు విధితో పందెంగట్టి ఆడచ్చు అనుకుంటున్నావా? ఈ పావులు, ఇవి రెండు పాచలు. దానికి భాగ్యం ఉండాలి. ఇవి పావులు, ఇవి రెండు పాచికలు. పావులు, ఇవి 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 పావులు. ఇది భ్రమయుగం. కలియుగానికి ఒక వికృత రూపం. ദൈവത്തിന്റെ വികൃത രൂപം. പുളി തന്നെ, പുളി തന്നെ. എനിക്ക് ഇതിനകത്ത് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു സാധനം കേട്ടോ. അർജുനാശോന്റെ ലാസ്റ്റത്തെ കരഞ്ഞുകൊണ്ടിരിക്കുന്നോടുന്ന ചിരിയിലേക്ക് മാറുന്ന സാധനം, അത് അടിപൊളി ഒരു സംഭവമാണ്. നമ്മള് മറ്റൊക്കെ പറയുമ്പോൾ അത് വിട്ടുപോകാൻ പാടില്ല. അതായത്
ഇതിൽ അർജുന അശോകൻ ഈ സിനിമ കഴിഞ്ഞതിന് ശേഷം ആളുടെ റേഞ്ച് ഇപ്പം നിൽക്കുന്ന റേഞ്ച് ആയിരിക്കില്ല, ഉറപ്പാ. പിന്നെ സിദ്ധാർത്ഥ് ആളുടെ റേഞ്ചും വേറെ ആയിരിക്കും, വേറെ ലെവലായിരിക്കും. ആക്ടിങ് എന്ന് പറഞ്ഞത് ഇവരുടെയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിലും ഇത്ര ഭീകരമായിട്ടുള്ളത് നമ്മൾ കാണാൻ പോകുന്നേ ഉള്ളൂ. ഇത്ര ഭയാനകമായ വേർഷൻ യെസ്, അത് ഇതിലായിരിക്കും. അത് 15-ാം തീയതി കാണാം. അപ്പൊ എന്തായാലും കേട്ടത് മൊത്തം എല്ലാം ഒന്നിനൊന്ന് മെച്ചം തന്നെയാണ്. എല്ലാം അടിപൊളിയായിട്ട് ഏതാ ഏറ്റവും ബെറ്റർ എന്ന് ചോദിച്ചാൽ പറയാൻ പറ്റുന്നില്ല. എനിക്ക് അപഭ്രംശം എന്ന് പറയുന്നില്ല മലയാളത്തില്, അത് എന്റെ ഫേവറേറ്റ്. നല്ല അടിപൊളിയായിട്ട് തന്നെ കേട്ടോ എല്ലാത്തിനും ഡബിങ് പോയിട്ടുള്ള. അതെ അതെ അതെ. ലിപ്സിംഗ് മാത്രമേ ചെറിയ വ്യത്യാസം വന്നിട്ടുള്ളൂ. അത് പിന്നെ എന്തായാലും വരും, നോർമലി വരും. എന്താണെങ്കിലും എല്ലാ ലാംഗ്വേജും കണ്ടു, സന്തോഷമായി. ഹാപ്പി. അപ്പൊ എന്തായാലും ഞങ്ങൾ പോവാണ്. മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് ഉടനെ തന്നെ വരാം. ബൈ ബൈ.